അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവരും എവിടെ മക്കൾ? ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ആരും എവിടെയും കണ്ടിട്ടില്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അത് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട സാധനം കുറച്ച് മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, ഒരു ലേശം നെയ്യ്, കുറച്ച് പഞ്ചസാര, അത്ര സാധനം മതി. അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മൈദ നന്നായിട്ടൊന്ന് കുഴക്കുക. നമ്മൾ പിന്നെ ഈ ചപ്പാത്തിക്ക് കുഴക്കൂലേ, അതേപോലെ ഒന്ന് കുഴച്ച് വെക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ 2-3-4 ബോളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എന്തെങ്കിലും പരത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട്. വേഗം ഉണ്ടാക്കി, അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തതാണ്. ഇനി ഇതിങ്ങനെ ഓൾസ് വരുത്തിയിട്ട് വറുത്ത് കോരുക. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട്, കുഞ്ഞിപ്പെണ്ണിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 4 ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ പീസാക്കി ഇടുക മിക്സിയിൽ, എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനതെവിടെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടൊരു വീഡിയോയിൽ കണ്ട. അപ്പോൾ അതങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ടു. ഇനി കുറച്ച് നെയ്യും, നല്ല നെയ്യ് ആവശ്യമുള്ളവർക്ക് നല്ലോണം ഇടാം. ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ചിലവർക്ക് നെയ്യ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ നെയ്യ് ഇട്ടിട്ട് നന്നായി ലേശം ഏലക്ക പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. അത് മിസ്സായി പോയതാട്ടോ, കിട്ടിയിട്ടില്ല, വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടിത് ചായക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.